ചലഞ്ചാണ്. നമ്മൾ ഈറ്റിംഗ് ചാലഞ്ചിന് എടുത്തിരിക്കുന്ന ബിരിയാണിയാണ്, മുട്ട ബിരിയാണിയാണ്. അപ്പം ആരാണോ മുട്ട ബിരിയാണി ആദ്യം കഴിച്ച് തീർക്കുന്നത് അവരായിരിക്കും ഫസ്റ്റ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്, അപ്പം കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാവുന്നതിൻ്റെ അളവിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലാരാണോ ഫസ്റ്റ് കഴിച്ചിരുന്നത് അവർക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അമ്മ സമ്മാനമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ആരാണ് മൊത്തം തിന്ന് തീർക്കുന്നത് അവർക്കാണ് ഫസ്റ്റ് കേട്ടോ. ആരെങ്കിലും തിന്നാതെ മടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തോന്നും. അപ്പം തുടങ്ങാം. അപ്പം നിങ്ങളും ഞങ്ങളും കൂടെ കണ്ടോളൂ. വെള്ളമൊന്നും ഇല്ല കേട്ടോ, നല്ല എരിവുള്ള മുട്ട കറിയാണ്. എടുത്ത് കടിച്ച അല്ലാതെ മുട്ടക്കറിയുടെ മുളക് എരി ഭയങ്കര എരി. സത്യം പറഞ്ഞാലേ മുട്ടയുടെ മഞ്ഞക്കുരു കഴിച്ചെനിക്ക് ശ്വാസം മുട്ടുന്നു, തൊണ്ടൊന്നും ഇറങ്ങുന്നില്ല. മുട്ട മഞ്ഞപ്പൊടി കഴിച്ച് ശ്വാസം മുട്ടുന്നു, തൊണ്ടയിൽ ഇറങ്ങുന്നില്ല. കുട്ടികളൊക്കെ വേളം വെക്കുന്ന അപ്പുറത്ത് അവരറിയാതെയാണ് ഞങ്ങൾ ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുനിത ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനും ഒരു മുട്ട എടുക്കുന്നുള്ളൂ. ഈ മുട്ട മാറ്റി വെക്കുവാണേ. അന്നേരം സുനിത ഒന്നും എടുത്തിട്ടുള്ളൂ. കഴിക്കാൻ പറ്റുന്നില്ല, എൻ്റെ തൊണ്ടയിൽ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഞാൻ തോറ്റിരിക്കണം. ഞാനത് കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് വെള്ളം കുടിക്കണം, എൻ്റെ തൊണ്ടയിൽ ഇറങ്ങുന്നില്ല, കാര്യം പറയാൻ പറ്റുന്നില്ല. തോറ്റ് നമ്മൾ സത്യം തോറ്റു. അപ്പം എനിക്കിത് കഴിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ എന്നെ കണ്ടാലറിയാമല്ലോ, ഞാൻ പണ്ടൊക്കെ ഫുഡ് അടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനായാമോ സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു. ഇനി അടുത്തൊരു നെക്സ്റ്റ് സമ്മാനദാനമാണ്. ചേട്ടത്തി ബിരിയാണി ചലഞ്ചിന് ജയിച്ചിരിക്കുന്നു. ഞാൻ തോറ്റ് പിന്മാറി, കാരണം ഭയങ്കര ഏരിയായിരുന്നു. എനിക്ക് അങ്ങോട്ട് തൊണ്ടേ ഇറക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ജയിച്ചാനായിരുന്നു. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ മത്സരത്തിൽ ഞാൻ ഫസ്റ്റ് എടുത്തു. അമ്മേ ഇവർ രണ്ടുപേരും കൂടെ അത് മത്സരത്തിന് കഴിഞ്ഞ് ഞാൻ രാവിലെ പോയി ഒരു സമ്മാനം പഠിച്ച് വിളിച്ചു കൊണ്ടുവന്ന് വെച്ചു. ഇപ്പം ആതിര ജയിച്ചു, ആതിരക്ക് കൊടുക്കുവാണ്. ഞാൻ പൊട്ടിച്ചു നോക്കാം. എനിക്ക് കിട്ടിയ സമ്മാനം വലിയ സമ്മാനമായിരിക്കും കേട്ടോ.
കുട്ടികൾ കാണണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാന്ന് അമ്മയ്ക്ക് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിച്ചത്. ചോക്ലേറ്റിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാ. അപ്പൊ കുട്ടികൾ കാണാതെ നമുക്കിത് കഴിക്കാം. കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം. അമ്മ പറയാതെ മത്സരത്തിൽ തോറ്റയാണെങ്കിൽ ഇച്ചിരി കൊടുക്കണ്ട. അത് ഞാൻ നോക്കി നിൽക്കുമല്ലോ, എനിക്ക് തന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം തുലതയ്ക്ക് കൊടുക്കാം. ഒരെണ്ണം എനിക്ക്. അപ്പൊ ഞങ്ങൾ കുട്ടികൾക്കും കൊടുക്കും, എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.